ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും സർക്കാവും അടിമയും തമ്മിലുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന ദിവസമാണ്. അനുസരണയുടെയും അംഗീകാരത്തിൻ്റെയും ദിവസമായിട്ടും ചരിത്രം ബലിപെരുന്നാളിനെ അടയാളപ്പെടുത്തുന്നു. ഹസ്രത്ത് ഇബ്രാഹിം നബിയുടെയും അവരുടെ മകൻ ഇസ്മായിൽ നബിയുടെയും ഓർമ്മകളാണ് ഇന്നത്തെ ദിവസം പുതുക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ കർമ്മത്തിൻ്റെ ദർപ്പണത്തിൻ്റെയും ദിവസമായിട്ട് തന്നെയാണ് ആചരിക്കപ്പെടുന്നത്. ഇസ്ലാമികപരമായ രീതിയിലുള്ള അതിൻ്റെ നിയമവ്യവസ്ഥയും അങ്ങനെയാണ്. ബലികർമ്മം നൽകപ്പെടാൻ വേണ്ടിയിട്ട് മകനെ അറുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു പിതാവ് സിർട്ടാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്തത് എന്നതിൻ്റെ ഓർമ്മ ഇന്ന് പുതുക്കുന്നു. ഹസ്രത്ത് ഇബ്രാഹിം നബിയുടെ അവരുടെ ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ ഹജ്ജ് കർമ്മത്തിൻ്റെ കർമ്മമായിട്ട് അടയാളപ്പെടുത്തുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കുന്ന സമയത്ത് ഇന്ന് കണ്ണീരിൻ്റെയും പ്രയാസത്തിൻ്റെയുമാണ്. പ്രയാസത്തിൻ്റെയും ദിവസമായിട്ട് തന്നെ നമ്മൾക്കതിനെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ചോര വറ്റാത്ത ഒരു മേഖലയായി പലസ്തീൻ മാറിയിട്ടും അതിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരമുണ്ടാക്കാൻ ലോകത്തിലെ 200-ലധികം രാഷ്ട്രങ്ങളുണ്ടായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു നാണക്കേട് യഥാർത്ഥത്തിൽ നമ്മൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്.